കടപ്പുറത്ത് വീശിട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പഴയ ഫോൺ എടുത്തിട്ടും വീഡിയോ എടുക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ വീശ നല്ല വീശാണ്. ഇത് കാരച്ചെമ്മീനും ചൂടൻ, നാരൻ, വില്ലൻ, കരിക്കാടി അങ്ങനെയുള്ള ചെമ്മീനുകളൊക്കെ കിട്ടിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് കരുതിക്കുന്ന സമയത്താണ് നമ്മളുടെ കൂട്ടുകാരൻ പറഞ്ഞത്, എടാ എനിക്ക് കൊട്ടക്കാരനിരുത്. കൊട്ടക്കാരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീശി കൊണ്ടുവരുന്ന ചെമ്മീൻ ചെറുക്കി അവരുടെ പാത്രത്തിലിടുന്നതിനാണ് കൊട്ടക്കാരൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി അങ്ങനെ എന്നാൽ പിന്നെ അവനെ കൂടി ഒന്ന് കൊട്ട പിടിക്കാമെന്ന് കരുതി. അങ്ങനെ അവനവിടെ വീശലുണ്ട്. നോക്കിയപ്പോൾ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. നോക്കിയപ്പോഴേക്കും ആൾ വീശിയിട്ടുണ്ട്. വീശിയതേ തിരിച്ചു കൊണ്ടുവന്നപ്പോഴേക്കും അതിലൊരു നമുക്ക് പറ്റിയൊരാളെ കിടപ്പുണ്ടായിരുന്നു. അതൊരു പാറക്കൊഞ്ച്, നമ്മുടെ റോക്ക് ലോബ്സ്റ്റർ എന്ന് പറയുന്ന ഭയങ്കര ടേസ്റ്റുള്ളൊരു സാധനമാണ്. നല്ല വിലയുണ്ട്. 1 കിലോയ്ക്ക് 1000 രൂപ വരെയൊക്കെ വില കൊച്ചിയിൽ വാങ്ങിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ടേസ്റ്റി സാധനമാണ്. നമ്മൾ ഈ ആൾക്കാർ മുങ്ങി അതിനെ പിടിക്കുന്ന കണ്ടിട്ടില്ലേ, ഈ മുങ്ങിയിട്ട് മറ്റേ സ്കൂബ ഡൈവിങ് നടത്തിയിട്ട് അതിനെ അമ്പ ചെയ്തൊക്കെ എടുക്കുന്നത്. ആ സാധനമാണ് ഇപ്പോൾ അഴിഞ്ഞു പോണത്. അപ്പോൾ സാധാരണ രീതിയിൽ ഈ വീശിക്കാരൊന്നും പറയാറില്ല. പക്ഷെ എൻ്റെ വീശിക്കാരൻ പറഞ്ഞാൽ അതിനാ വിട്ടേക്കെന്ന് പറഞ്ഞ്. എന്നാൽ പിന്നെ അതങ്ങനെ തന്നെ അഴിഞ്ഞു പോട്ടെ എന്ന് കരുതി ഞാൻ വെയിറ്റ് ചെയ്ത്. അപ്പോൾ ഇതേ നോക്കിയപ്പോൾ ആൾ കടലിലേക്ക് ഇങ്ങനെ പോണേ കേട്ടോ, പതിയെ പതിയെ. അപ്പോൾ അതിനറിയാം കടൽ പടിഞ്ഞാറ് ഭാഗത്താണെന്നറിയാം. അത് നോക്കിയിട്ട് അത് പതിയെ നടന്ന് കടപ്പുറത്തേക്ക് കടലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവർക്കിത് കുറേ ദൂരം ഉണ്ടാകും. നമ്മളെ കൊണ്ടുപോയി വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്കുള്ള ഒരു അനുഭവമായിരിക്കുമല്ലോ ഇപ്പോൾ ഇവർക്കുള്ളത്. പിന്നെ ഇതിനൊരു പ്രത്യേകത ഉള്ളത്, അറ്റ്മോസ്ഫിയർ എയർ ശ്വസിക്കാനുള്ളൊരു കഴിവുണ്ട് ഇനി. അപ്പോൾ പണ്ട് പരിണാമകാലത്ത് വല്ല പുൽച്ചാടി വല്ലതൊക്കെ ആയിട്ടുണ്ടായിരിക്കുള്ളൂ. ഇത് കാലക്രമേണ കടലിൽ ഇപ്പോൾ ഇതുപോലെയൊക്കെ ആയതായിരിക്കും. അപ്പോൾ ആളിങ്ങനെ പതിയെ ഇങ്ങനെ നടന്ന് മണ്ണിൽ കൂടി ഇങ്ങനെ കടലിലേക്ക് പോവുകയാണ്. കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ അവിടെ എത്തും. തിര കണ്ടു തുടങ്ങി. തിരയുടെ അറ്റൊരു കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഞാൻ ഹെൽപ്പ് ചെയ്യാനൊന്നും പോയില്ല, വേണമെങ്കിൽ പോട്ടെ എന്ന് കരുതി. സാധാരണ ആരും കളയാറില്ല. ഇതിനെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മാംസം എടുക്കും. മാംസം എടുത്തിട്ട് ഇടിച്ച് വറക്കും, ഇഞ്ചിയും പച്ചമുളകൊക്കെ കൂട്ടിയിട്ട്. അത് നല്ല ടേസ്റ്റാണത്. ഇപ്പോൾ തിര വന്ന് പുള്ളീനൊന്ന് പതിയെ ഒന്ന് തഴുകിയിട്ട് പോയി. ഇപ്പോൾ ഒരു ഇത്തിരി ആത്മവിശ്വാസമൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ സംഭവിച്ച് വേറെ ഉണ്ടോ, എത്രയും ദൂരം ഇറങ്ങിയിട്ട് തിര അടിച്ച് പിന്നെയും കരയെ കയറ്റി വെച്ച്. പിന്നെയും രണ്ടാമത് പുള്ളി ആൾ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആൾ പതിയെ പിന്നെയും പോണേണ് അങ്ങോട്ട്. ആണോ, നല്ലൊരു മടിയില്ല, പതിയെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും തിരയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഒന്ന് നോക്കി ഇത്തിരി റെസ്റ്റൊക്കെ എടുത്ത് ഇത്തിരി എനർജിയൊക്കെ ഇട്ടിട്ട് എന്ന് ഇതായിരിക്കും. പതിയെ നടന്ന് പോണേ. പക്ഷെ നമുക്കൊരു മനസ്സിനൊരു സന്തോഷമുണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ജീവനെ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതേ, ആ ഒരു സന്തോഷമുണ്ട്. അതിൽ കൂടുതൽ ചെമ്മീനൊക്കെ കൊട്ടയിൽ കിടപ്പുണ്ട്, അത് വേറെ കാര്യം. വീണ്ടും തിരയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആൾ ഇത്തിരി കൂടിയൊക്കെ ഒന്ന് ഊർജ്ജമൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ പയ്യെ. അവിടെ നിന്നു. എന്താണാവോ പരിപാടി? ഇത്തിരി കൂടി എയർ എടുക്കണം, ഒന്നും കൂടി ഇത്തിരി എനർജി വേണം, അത് കാരണമായിരിക്കും. വീണ്ടും നടന്നു തുടങ്ങി. വീണ്ടും നടന്ന് പോവുകയാണ്. എന്ത് സംഭവിക്കുമെന്നറിയാമല്ലോ. എത്തിയിട്ടുണ്ട്. കടലിലെത്തിയപ്പോഴേക്കും അവനൊന്ന് പതിയൊന്ന് തിരിഞ്ഞിട്ടാ. പതിയൊന്ന് തിരിഞ്ഞ് നിന്ന്. ഉണ്ടാ വെള്ളമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ആളിത്തിരി ഉഷാറായി. അതിൻ്റെ ഇത്തിരി ഡീഹൈഡ്രേഷനൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. പതിയെ ആ വെള്ളത്തിൻ്റെ ആ ടച്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒന്ന് പതുങ്ങിയിരിക്കണേണ് അവിടെ. വീണ്ടും ഇത്തിരി വെള്ളം വന്ന് സന്തോഷം, ചാട്ടം. ഇതിന് തിരിഞ്ഞ് നിന്ന് എന്തിനാണ്? വല്ല നന്ദി പറയാനാണോ അല്ലെങ്കിൽ തെറി പറയാനാണോ എന്നാവോ. ഏതായാലും വെള്ളത്തിലേക്ക് എത്തിയിട്ടുണ്ട് ആൾ. രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ സ്പീഡിലങ്ങ് പോകും കേട്ടോ. ആൾ പോയി. ഏതായാലും ആ പാറക്കൊഞ്ച് രക്ഷപ്പെട്ട്. ഇനിയും ഞാനിവിടെ നിന്ന് എടുത്തുകൊണ്ടിരുന്ന വീശുകാരൻ്റെ എനിക്കിട്ട് കിട്ടും. അതായത്